ഞാൻ അമ്മയുടെ മെമ്പർ അല്ല, അമ്മയുടെ ഒരു ആക്ടിവിറ്റീസ് ഞാൻ കണക്റ്റഡും അല്ല. പക്ഷേ അമ്മയുടെ പ്ലാറ്റ്ഫോമിൽ നമുക്കറിയാവുന്നത്, നമ്മളിപ്പോൾ മെമ്പർ അല്ലെങ്കിൽ പോലും ഓരോ മീറ്റിങ്ങിലും അല്ലാതെയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ തമ്മിൽ പറയുന്നവരാണ്. ഇങ്ങനെ പറയുമ്പോൾ അവിടെ സ്ത്രീ എന്ന് പറഞ്ഞ ആര് കയറി ചെന്നാലും അവരൊരു ശരീരം മാത്രമാണ്. അമ്മ എസ്പെഷ്യലി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ, മൂവിയും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പം നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, WCCയുടെ വരവ്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവേണ്ടിയിരുന്നു WCC എന്ന് പറയുന്ന ഒരു ഫോറം ഉണ്ടാവാൻ എന്നൊരു ചോദ്യം ചോദിച്ചു. ഇത് സിനിമ മാത്രം ചിന്തിച്ച് നമ്മൾ കാണുന്നതുകൊണ്ടാണ് ഈ ചോദ്യം അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു സർവേ കഴിയുമ്പോഴും ആഫ്റ്റർ നമ്മളിവിടെ റെഫർ ചെയ്ത് പോയി, കോവിഡ് എല്ലാത്തിനും ഒരു ചേഞ്ച് വന്നു. നമ്മുടെ ലോകത്തെ ബിഫോർ കോവിഡ് ആഫ്റ്റർ കോവിഡ് എന്നൊക്കെ പറയാമെന്ന് പറയുന്നു. പക്ഷേ ഈ ആഫ്റ്റർ കോവിഡ് പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് വേറെയും റിപ്പോർട്ട്സ് ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും സമാനതയുള്ളതെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ജെൻഡർ സർവീസ് വന്നാൽ ഇനിയും ഒരു മിനിമം 1.5 നൂറ്റാണ്ട് കഴിയണം സ്ത്രീ പുരുഷ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരിടത്തേക്ക് നമ്മൾ ചിന്തിക്കാൻ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനില്ല, ചിന്തിക്കാൻ എന്നുള്ളതാണ്. അപ്പം ഇപ്പോഴും സംസാരിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, ഉടുക്കാൻ പാടില്ല, പെണ്ണ് നടക്കുന്നതിന് കുഴപ്പം, പെണ്ണ് എടുക്കുന്നതിന് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മുടെ ഞാൻ വേറെ ഒരാളെയും ഒരു അസോസിയേഷൻ ഒന്നും, നമ്മൾ പറയുന്ന പൊതുസമൂഹത്തിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കുന്ന ഇടത്താണ് ഇതുപോലൊരു വർക്ക് പ്ലേസിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം അവിടെ ഒന്ന് ഇരിക്കാൻ, ഞാനുണ്ട് എന്ന് പറയാൻ സമരം തന്നെ ഉണ്ടാവണം. ഒരു സ്ത്രീയുടെ കൈ നോക്കിയാടനെ ഇങ്ങനെ കാണിക്കുന്ന എക്സ്പീരിയൻസസ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളത്. കൈ വെറുതെ ഇപ്പോൾ ഇതായി പുള്ളിക്കാരി ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈ എൻ്റെയും അവരുടെയും കൂടി കൈ ഇരിക്കുകയാണ്, ഈ 2 കൈ നോക്കിയിട്ട് അത്ര മോശമായിട്ടാണ് ഒരു പെണ്ണിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് പൊതുസമൂഹം അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ മിനിങ്ങാന്ന് വന്നിട്ട് ഞാൻ ഒരു ഡയറക്ടർ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ നോ പറഞ്ഞ് തിരിച്ചു പോയ ആളാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന പൊതുവായ കമന്റ്, ഇത്ര ദാരിദ്ര്യം അയാൾക്ക്. പറഞ്ഞ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു ശരീരം മാത്രമാണ്. അത് അമ്മയുടെ സ്വഭാവത്തെ കുറിച്ചും അല്ലെങ്കിൽ ഈ അമ്മയുടെ മീറ്റിങ്ങിൽ ഇതൊക്കെ പറയുമ്പോ ഭയങ്കര, നാളെ ഇപ്പൊ അമ്മ എന്റെ നേരെ എന്താണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കുറച്ചുകൂടിയൊക്കെ മാന്യതയാവാം. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം അങ്ങ് കളയുക. ഇവിടെ നമ്മൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇടകലർന്നിരിക്കാനും നടക്കാനും പണിയെടുക്കാനും ചിന്തിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഗണിക്കാനും പറ്റുന്ന ഒരിടമാണെങ്കിൽ എത്ര നന്നാവും. ഇപ്പോൾ ഒരു പുറത്തൊരു അഭിപ്രായം കേട്ടാൽ, ഈ അടുത്തുണ്ടായതാണ്, ഞാനും മറ്റ് സാംസ്കാരിക നയത്തെക്കുറിച്ച് പ്രസംഗിച്ച പ്രസംഗത്തിന് അത് പഠിപ്പിച്ചു വിട്ടതാണ്. അതിൻ്റെ പുറകിൽ മിക്കവാറും കലാവെന്ന് കമൽ സാറായിരിക്കും. അല്ലാതെ ഇതിങ്ങനെ പഠിപ്പിച്ചിട്ട് സഹോദരി നിങ്ങൾ പോയി പറയൂ എന്നിട്ട് പുറകെ ഞങ്ങൾ വരാം. അപ്പോൾ ഒരു പെണ്ണിന് പഠിക്കാനും വായിക്കാനും ഒരു വിഷയം അവതരിപ്പിക്കാനും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും ആവും, അല്ലെങ്കിൽ അങ്ങനെയും കൂടി അവർക്ക് വേണം എന്ന് ചിന്തിക്കാൻ പോലും സമൂഹം വളർന്നിട്ടില്ലാത്ത ഒരിടത്ത് നിന്നിട്ടാണ് നമ്മൾ സിനിമ പോലെ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ മുന്നോട്ട് തന്നെ നടക്കണമെന്നേ. ഈ പെണ്ണിനെ അടുക്കളയിലും കുഞ്ഞിനെ നോക്കാനും ഇപ്പൊ ഈ അടുത്ത് വന്നില്ലേ ജാർഖണ്ഡ് കോടതിയുടെ വിധി, ഇൻലോസിനെ പരിചരിക്കാനാണ് പെണ്ണ്. ഇൻലോസിനെ പരിചരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പെണ്ണ് വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വരുന്നത്. ഇപ്പൊ 3-4 മാസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ വിധിയാണ്. കുടുംബത്തിനകത്ത് ഇൻലോസിനെ പരിചരിക്കാനാണ് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, 20 വയസ്സ് പോലും ഇല്ലാത്ത പെൺകുട്ടികൾ, വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികൾ മാറണം. ഇത് കമ്മ്യൂണിറ്റി കിച്ചണുകൾ വരണം. വീട്ടിൻ്റെ അകത്ത് അടുക്കള പണിയാത്തൊരു ലോകം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ അടുക്കളയിൽ ഒന്നിച്ചു കയറി പണിയെടുക്കാൻ പറ്റുന്ന ഒരു ലോകം ഉണ്ടാവണം. അവിടെ നമുക്ക് ഇതൊക്കെ അല്ലാതെ ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ, ഇത് മാം പറയുന്നതും WCC പറയുന്നതും എല്ലാം ഇത് തന്നെയാണ്. നമുക്ക് സ്വതന്ത്രമായിട്ട് പണിയെടുക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ, ഇപ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുമ്പോൾ അയ്യോ ഉച്ചയ്ക്ക് അദ്ദേഹം ഒറ്റയ്ക്കാണ് കഴിക്കാൻ, അവിടെ ഞാൻ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്ന് ചിന്തിക്കാൻ വീട്ടിലുണ്ട്, എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് ബീന പോൾ എന്ന് പറയുന്ന എഡിറ്റർ കുറെയൊക്കെ സ്വതന്ത്രയായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മലയാള സിനിമയിൽ ഇതേപോലെ പോലെയുള്ള ഒരു സ്ത്രീ എഡിറ്റർ ഇത്രയധികം അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഞാൻ മാമിനെ ഇരുത്തിയിട്ടല്ലേ പറയുന്നത്, കുറച്ചെങ്കിലുമൊക്കെ. ബീന മാം നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നെ ഹേമ കമ്മിറ്റിയിൽ ഒന്ന് പറഞ്ഞതുപോലെ തന്നെ അതിനേക്കാളും ഷോക്കിംഗ് ആയിട്ടുള്ള റെവലേഷൻസ് പലരും WCC വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ കേസായിട്ട്, ദീസ് ആർ ഓൾ കേസസ്. ലീഗലി അവർക്ക് ലീഗൽ സപ്പോർട്ട് കൊടുക്കുന്ന എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു? അവർക്ക് We have done whatever we could. We cannot reveal, but these are all cases. These are not one girl talk, no. The man even went to jail. We supported her, but there is trauma. There's a lot. It's not only the legal case. You see, when a woman goes through this any kind of harassment, sometimes it's very minor. For somebody else, it seems very minor. Every night I get 20 messages. Today you're not looking sexy. Tomorrow wear this dress. How does it feel? It's a traumatic experience. You don't know whether to open your phone. You don't know whether you are doing something wrong. You see, so the kind of harassment we are talking about is not rape all the time. There may be many cases, I don't know. But it is this constant fear that, am I doing the right thing? Am I not doing the right thing? And I might hold a man's hand, why is it considered? You see, the thing is, this whole business of consent, the understanding of consent, what is consent, what is no, what is a power relationship, when is it not right? These are the things that this industry does not understand. This is what the industry doesn't. We are saying, of course, relationships take place. It is not wrong for relationships to take place. But what is the nature? Is it consensual? How do you interpret consensual? You see, the thing is, when there is a power, very clearly in law, if there is a power relationship involved, you have to be very cautious. That's why they don't let people in work situations go through certain, you don't have certain things allowed, because this is a slippery slope. Consent is a slippery slope, we know that. But to not even acknowledge that it exists, that is our problem. I might agree to sleep with somebody. It's not wrong. But is it with my full knowledge? Is there any power implicit in my workplace that gets this? So when he says that somebody says to you that you want to have sex or whatever, and the woman says yes, because she wants a role and she knows that guy, you say, oh, she's wrong. It is not that she's wrong. She has the right to dream. I'm saying he's wrong, because he's using her by saying that I will sleep with you and give you a role and then not give you the role. ഇത്തരത്തിലുള്ള ഒരു മാനിപ്പുലേറ്റഡ് കൺസെന്റ് ആണല്ലോ പലപ്പോഴും മലയാള സിനിമയിൽ ഭൂരിഭാഗവും നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പവർ പൊസിഷനിൽ ഇരിക്കുന്ന Exactly. It is correct, manipulated consent. ഈ ഇതെന്ന് പറഞ്ഞ പവർ പൊസിഷനിൽ ഇരിക്കുന്ന അയാളോട് അടുത്ത് നിൽക്കാൻ, അല്ലെങ്കിൽ ഒരു ചാൻസ്, അതിനു വേണ്ടി എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരിക. അപ്പൊ അതിൽ സ്ത്രീയെ വേറൊരു തരത്തിൽ അവസാനം കുറ്റപ്പെടുത്തുക. ഈ മാനിപ്പുലേറ്റഡ് കൺസെന്റ് എത്രത്തോളം രൂക്ഷമാണ്? It is very wrong. That is the problem. I think what has happened is the Hema committee has revealed that very strongly, that there is a lot of manipulated consent, that women are made to feel that this is the only way to get into the industry. This is the only way. And you blame the woman. All the time you blame the woman, saying you are at fault. Why did you go? Why did you go? Well, why can't I dream? I want to be an actor. Or I want to be a cinematographer. I want to be a makeup artist. Why am I not allowed to dream? Why do I have to go through this gate of proving that it's like a Sita or whatever, that, I have to go through this? That is what I think the report basically. So when we're talking about sexual harassment, I think we're talking on a much sort of broader thing rather than just. Of course, there are apparently very, very horrendous incidents, but now there's this whole fun being made of the tap on the door.
it's so scary. It's so scary to be a woman alone at night. I mean, we've all traveled. If I hear somebody tapping at my door at night, it's very scary. The person may not have come and raped me, but it's so scary. അതൊരു സ്ത്രീക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ഫിയർ ആണത്. നമ്മൾ ആദ്യം പോയി ഹേമ കമ്മിറ്റിയുടെ ഫോർമേഷൻ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ. നമ്മളുടെ ഈ ഡ്രീം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ എന്താവണം, നമ്മൾ ഒരാളോട് എന്താ അംബിഷൻ എന്ന് ചോദിക്കുന്ന LKG സ്റ്റുഡൻറ്റിനോട് ചോദിക്കും ഇല്ലേ? ഈ ഒരു സാഹചര്യങ്ങൾ അറിഞ്ഞ് ഗ്രൂം ചെയ്ത് വന്നിട്ടല്ല അവൾ ആ പ്രായത്തിൽ അവളുടെ അംബിഷൻ പറഞ്ഞത്. എവിടെയെങ്കിലും അവൾ എന്തെങ്കിലും ഒരു കാഴ്ചയിൽ നിന്നോ അല്ലെ എന്തോ തോന്നുന്നതിൽ നിന്നാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും ആണോ പെണ്ണോ എന്നൊന്നുമുള്ള വ്യത്യാസമില്ല. നമ്മളുടെ ഉള്ളിൽ വാട്ടാമായി എന്ന് പറയുന്നൊരു ആൻസർ ഉണ്ട്. അത് നാളെ നമ്മൾ എത്തുന്നേ ബൈ പ്രൊഫഷൻ വാട്ടെന്നാണ്, ഹൂന്നല്ല. വാട്ടാമായി എന്ന് പറയുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് കുറച്ചൊരു പ്രായത്തുമ്പോൾ ഗ്രൂം ചെയ്യപ്പെടും. നമ്മുടെ പേരൻസ്, ഇപ്പോഴത്തെ പേരൻറ്റെങ്കിലും തീർച്ചയായിട്ടും നീ ഇങ്ങനെ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഇങ്ങനെ ആവണം, സേഫ് പണം പൈസ കൊണ്ട് നേടാവുന്ന ഒരു ജീവിതത്തിൽ, പൈസ കൊണ്ട് സേഫ് ആകാവുന്ന ഒരു ജീവിതത്തിൽ, ഏറ്റവും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന ഒരിടത്തേക്ക് ഇങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരിടമുണ്ട്. ഈ മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ പിടിവിട്ടങ്ങ് ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയി തുടങ്ങും. എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മൾ പണിയെടുക്കുന്നെങ്കിൽ, നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ഒരു വാട്ടാമായി എന്ന് പറയുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉള്ളിലല്ല നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയി തുടങ്ങും. എല്ലാ ആർട്ടിസ്റ്റുകളും, ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഉള്ളിലുള്ളൊരു ഇൻബോൺ ടാലൻസിൽ നിന്നാണ് ആർട്ടിസ്റ്റ് ആവുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി അഭിനയിക്കണം, നടിയാവണം, ഇപ്പോൾ ഹേമമാലിനിയോ ശ്രീദേവിനെയോ അല്ലെങ്കിൽ ഐശ്വര്യ റായിനെയോ ആരെ കണ്ടിട്ടാണെങ്കിലും അവൾ എൻ്റെ ഉള്ളിലുള്ള ഒരാളിൽ നിന്ന് ചോദന ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങനെ ഡ്രീം ചെയ്ത് എത്തുന്ന ഒരിടത്ത്, ഒരു ഡോറിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നിടത്ത് പറയുന്നതാണ് ഈ മാനിപ്പുലേറ്റഡ് ഇൻസെൻറ്റ്. എന്ത് ചെയ്യും? For a woman to make a complaint is a very difficult thing. First of all, as I said, many of these are not, like serious crimes. There are some very serious crimes, I'm sure. But every time you have to pick up the courage to go and say that you have to hit against a wall that is not listening. I think the reason why a lot of women went to Hema Committee is that we felt that she was listening. And it was not for ourselves that we were doing it. Everybody was doing it. Ke ini idundavardu. That was very much the spirit. That at least ini idundavardu. So I think it's not easy for women to complain. It is very difficult, and I have to say there is a bad record of these cases being solved. We have the biggest case. It hasn't been, it hasn't reached any fruction. We've seen it all over the country. So, and of course, WCC has some cases that we know. And so it is not very practical and not very sensitive to say, let them come.